ഇവിടെ ശ്രീ ഉമേഷ് ബാബു ഇനി മുതൽ ഇപ്പോൾ നാളെ നിലമ്പൂരിൽ ഒരു സമ്മേളനം നടക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഉണ്ടായാൽ അത് രാഷ്ട്രീയ എതിരാളികളോടുള്ള പ്രതിരോധമായി CPM നടത്തുന്നതല്ല, ന്യൂനപക്ഷ വേട്ടയാണ്. ആ സ്വഭാവത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുന്ന ഒരു പുതിയ ആഖ്യാനം അൻവർ തുടങ്ങി വെച്ചിട്ടുണ്ടോ? അതിൻ്റെ തൊട്ട് തലേന്ന്, അതായത് നാളെ ഈ പൊതുയോഗം നടക്കാൻ പോകുന്നതിൻ്റെ തലേന്നായി ഇന്ന് രാഷ്ട്രീയമായി ആ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൻ്റെ തലപ്പത്ത് നിൽക്കുന്ന സെക്രട്ടറിയെ നിരായുധനാക്കിയിട്ടുണ്ടോ, മാനസികമായി അശക്തനാക്കിയിട്ടുണ്ടോ? ഇതൊക്കെ അൻവറിൻ്റെ പുതിയ തന്ത്രപരമായ നീക്കങ്ങളാണോ? ഇത് CPM-നെ പ്രതിരോധത്തിലാക്കുമോ? അല്ല, ഇത് ഞാൻ ഇന്നലെ രാത്രി കേരളത്തിലെ വേറൊരു ടെലിവിഷൻ ചാനലിൽ ഇരുന്ന് പറഞ്ഞ കാര്യമാണ്. കാരണം ഈ CPM-ന്റെ വകതിരിവില്ലാത്ത നേതാക്കന്മാർ ചേർന്നിട്ട് അൻവറിനെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും അൻവറിനെ വളർത്തുകയും അൻവറിനെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുകയോ ഒക്കെ ചെയ്തിട്ട് അൻവർ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അൻവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചതാണെന്ന് പറയുന്നുണ്ട്. ആര് ചെയ്യിച്ചു? ഇപ്പൊ മുസ്ലിം ലീഗുകാർ ഇവിടെ ഉണ്ട്. മുസ്ലിം ലീഗുകാർ ചെയ്തില്ലല്ലോ. കാരണം മുസ്ലിം ലീഗുകാരുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളാണ് അൻവർ, മലപ്പുറത്തും കേരളത്തിലും. കോൺഗ്രസ്സുകാർ ജയിക്കില്ലല്ലോ. കോൺഗ്രസിന് പോയ ഒരാളാണ് അൻവർ. അപ്പൊ അൻവർ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ 1 വർഷമായിട്ട് ഞാൻ ഇതിന്റെ പുറകെ നടക്കുകയാണ്, എനിക്ക് ഒരുപാട് സമയം നഷ്ടമായി, എനിക്ക് ഒരുപാട് പണം ചെലവായിട്ടുണ്ടെന്ന് അൻവർ പറഞ്ഞിട്ടുണ്ട്. മറുപടി ഉണ്ടോ CPM-കാർക്ക്? അൻവറിനെ കൊണ്ട് ആരാണ് ഈ പുറകിലിരുന്ന് ചെയ്യിച്ചു എന്നതിന് മറുപടി പറയണം. അതിന് പകരം നോക്കൂ, ഈ ജില്ലാ സെക്രട്ടറിയോടൊക്കെ എത്ര സഹതാപം തോന്നണം നമുക്ക്. ജില്ലാ സെക്രട്ടറി പറയുന്നത് കേട്ടില്ലേ നേരത്തെ? അദ്ദേഹം പറയാണ്, ഇദ്ദേഹം ആദ്യത്തെ 5 കൊല്ലം സമ്പൂർണ്ണ പരാജയമായിരുന്നു MLA എന്നുള്ള നിലയിൽ. മണ്ഡലം ശ്രദ്ധിച്ചിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഒരു വികസന പ്രവർത്തനവും നടത്തിയിട്ടില്ല. എന്നിട്ട് വീണ്ടും ടിക്കറ്റ് കൊടുത്ത് മത്സരിപ്പിച്ച് വീണ്ടും 3 വർഷം MLA ആയി. നാണമുണ്ടോ ഇവർക്ക്? ജില്ലാ സെക്രട്ടറിയാണ്. മലപ്പുറത്ത് ഈ പറയുന്ന നിലമ്പൂര് മലപ്പുറത്താണല്ലോ, അവിടുത്തെ ജില്ലാ സെക്രട്ടറിയാ പറയുന്നത്. അതുകൊണ്ട് അൻവർ പറയുന്ന വിശ്വസിക്കേണ്ടി വരും. ഈ ജില്ലാ സെക്രട്ടറി ഒന്നിനും കൊള്ളില്ല എന്ന് പറയുന്നതിന് തെളിവ് കൊടുക്കുകയാണ് EN മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യൻ. അതാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യത്തിൽ നിൽക്കുകയാണ്. ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് CPM ചെയ്യുന്നത് കേരളത്തില് ഭീകരമായ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോവുക ചെയ്യുന്നത്. അൻവറിന് അതിന് മടിയൊന്നുമില്ല. കാരണം അൻവറിന് പൊളിറ്റിക്സ് ഇല്ല. അൻവറിന് ഒരു രാഷ്ട്രീയം ഉണ്ടായിട്ടില്ല. അൻവറിന് നമുക്ക് അറിയാലോ, അൻവറിന് എവിടെയാ രാഷ്ട്രീയം ഉണ്ടായിട്ടുള്ളത്? അൻവറിന് രാഷ്ട്രീയമില്ല. അൻവർ രാഷ്ട്രീയം ഉണ്ടാക്കുകയാണ് പുതുതായിട്ട്. അപ്പൊ അൻവറിനെ പൂർണ്ണമായി ഒറ്റപ്പെടുത്തി. അത് മാത്രമല്ല, ഇന്നലെ കണ്ട പ്രകടനമില്ലേ അവിടെ, കയ്യും കാലും വെട്ടു എന്ന് പറഞ്ഞ പ്രകടനത്തിൽ അത് ഏറ്റുവിളിച്ച് നടക്കുന്നത് ഞാൻ കണ്ടു. 4-5 സ്ത്രീകളുണ്ട് മുൻവരിയിൽ. ഈ സ്ത്രീകൾ എന്താ ധരിച്ചിരിക്കുന്നത്? പുരുഷന്മാരുടെ കാര്യം ആലോട്ടെ. പുരുഷന്മാർ ധാരാളമായിട്ട് ഗുണ്ടായുസത്തിലൊക്കെ കേരളത്തിൽ ഏർപ്പെടുന്നുണ്ട്. രാഷ്ട്രീയക്കാരും അല്ലാത്തവരുണ്ട്. TP ചന്ദ്രശേഖരനെ പോലുള്ള കൊന്നിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട് CPM-ലെ ഈ പറയുന്ന പുരുഷന്മാര്. ഈ സ്ത്രീകൾ എന്തും മനസ്സിലാക്കിയിട്ടാണ് ഈ മുദ്രാവാക്യം ഏറ്റു വിളിച്ച് നടക്കുന്നത്. വീട്ടിലെ കുട്ടികൾക്കോ പേരക്കുട്ടികൾക്കോ കളിപ്പാട്ടം വാങ്ങിച്ചു കൊടുക്കുമെന്നാണ് മുദ്രാവാക്യം വിളിക്കുന്നത്. കേരളത്തിൽ 140 MLA-മാരേ ഉള്ളൂ. അതിൽ ഒരാളെ കയ്യും കാലും വെട്ടിയിട്ട് ചാലിയാറിൽ എറിയും എന്ന് മുദ്രാവാക്യം വിളിച്ചു കൊടുക്കുന്നുണ്ട് ഒരുത്തൻ. അത് ഏറ്റു പറഞ്ഞു നടക്കുകയാണ് സ്ത്രീകള്. നാളെ ഇവരുടെ പേരക്കുട്ടികൾ ഇവരുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പില്ലേ? ഇതൊരു ജനാധിപത്യ രാജ്യമല്ലേ? 2024 വർഷം. ഒറ്റ ദിവസം കൊണ്ട് ഈ MV ഗോവിന്ദനൊക്കെ വർത്താനം പറയുമ്പോ അതാണ് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. പഴയ പരിചയക്കാരായ ഇവരൊക്കെ എന്തും പറയാ. ഇനി മുതൽ PV അൻവറിനെ പാർട്ടിക്കാരും പാർട്ടിയെ സ്നേഹിക്കുന്നവരും നേരിട്ട് കൊള്ളണം എന്ന് ഈ പറയുന്ന ഡൽഹിയിൽ ഇരുന്നിട്ട് വലിയ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ട്. സംസാരിക്കുമ്പോ വലിയ ഉത്തരവാദിത്വമുണ്ട്. അൻവറിനെ ഇന്ന് മുതൽ ഇനി അങ്ങോട്ട് നേരിട്ട് കൊള്ളണം. അൻവറിന് ഇനിയിപ്പോ LDF-ആയിട്ട് ഒരു ബന്ധമില്ല എന്നൊക്കെ ഒരു ആധുനിക രാജ്യത്ത് ഇരുന്നിട്ട്, കേരളം പോലെ ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് സംസാരിക്കാവോ? ആഹ്വാനം ചെയ്യാവോ? ആഹ്വാനം ഇങ്ങനെയല്ലേ ഏറ്റെടുക്കപ്പെടുക? കയ്യും കാലും കൊത്തുന്നു. ഒരു MLA-യുടെ കയ്യും കാലും കൊത്തു എന്ന് ഭീഷണിപ്പെടുത്തുന്ന CPM-നെ കേരളത്തിലെ ഭരണകക്ഷിയായിരിക്കാൻ പറ്റും? ഇതാണ് നമ്മുടെയല്ല. ഇപ്പൊ എന്റെയോ ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാരനായ എന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയത്തിലെ സാധാരണ പ്രവർത്തകന്റെയോ കയ്യും കാലും വെട്ടുമെന്നല്ല, ഒരു MLA-യുടെ കയ്യും കാലും കൊത്തും എന്ന് മുദ്രാവാക്യം വിളിക്കുന്നു. പരസ്യമായിട്ട് കോലം കത്തിക്കുന്നു. കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ വെച്ചിട്ട് ഒറ്റ ദിവസം കൊണ്ട്. ഞാൻ അത് കണ്ടിട്ടാണ് ഇന്നലെ പറഞ്ഞത്, ഭീകരമായ ഒരു വർഗീയ ധ്രുവീകരണത്തിലേക്ക് ഈ അൻവറും CPM-കാരും കൂടി കേരളത്തെ നയിക്കാൻ പോവുകയാണെന്ന്. അതാണ് ഇന്ന് രാവിലെ അൻവർ പറഞ്ഞത്.
അദ്ദേഹത്തിന്റെ മതസ്വത്വത്തെ മുൻനിർത്തിയിട്ട് അദ്ദേഹം ചില അവകാശവാദങ്ങൾ ഉന്നയിച്ചു. CPM എന്ത് ചെയ്യും? ഒന്നും ചെയ്യാൻ കഴിയില്ല CPM-ന്. കാരണം ഇസ്ലാമിക മതസ്വത്വം എന്നുള്ളത് കേരളത്തിൽ പ്രധാനപ്പെട്ട സാമൂഹ്യ സാന്നിധ്യമാണ്. അതിനെ നിരാകരിച്ചിട്ട് കേരളത്തിൽ ഒരുത്തനും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കഴിയില്ല. ആ പ്രശ്നമുണ്ട്. ഇത് ഈ കൊള്ളരുതാത്ത പാർട്ടിയുടെ കൊള്ളരുതാത്ത വലിയ നേതാക്കന്മാർ കേരളത്തെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? അൻവറുമായിട്ട് നിങ്ങൾ തർക്കം ഉണ്ടെങ്കിൽ അയാളെ അങ്ങ് വിട്ടേക്കണം. അതിന് പകരം അയാളെ ഇനി അങ്ങോട്ട് നേരിടണം എന്ന് പറയാ സംസ്ഥാന സെക്രട്ടറി. എന്ത് രാഷ്ട്രീയമാണ് അവർ കേരളത്തിൽ അവതരിപ്പിക്കുന്നത്? എന്ത് രാഷ്ട്രീയമാണ്? അൻവർ എന്താ പ്രശ്നം? അൻവർ CPM-ന്റെ ഇത്ര വലിയ ശത്രുവാൻ എന്താ പ്രശ്നം? അൻവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായിട്ട്, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാർക്കെതിരായിട്ട്, അവിടുത്തെ പോലീസുകാർക്കെതിരായിട്ടും ഒക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചു. അയാൾ തെളിവുണ്ടെന്ന് പറയുന്നു. അത് അന്വേഷിക്കാൻ ആളെ വെച്ചിരിക്കുന്നു. അത് അയാൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിന്റെ പുറത്ത് ഒരാളുടെ കൈയും കാലും വിട്ടുവാണോ വേണ്ടത്? അതാണോ ആധുനിക ജനാധിപത്യ രാഷ്ട്രീയം? ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസി അല്ലേ ഇത്? ഒരു ബഹുകക്ഷി ജനാധിപത്യല്ലേ? ഇങ്ങനെ പോയാൽ നടക്കുമോ? ഇങ്ങനെ പറയുന്ന പാർട്ടിക്ക് എന്ത് അർഹതയാണുള്ളത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ? എന്നാ കയ്യും കാലും വെട്ടു നിങ്ങൾ. സർവ്വ ആളുകളുടെയും, രാഷ്ട്രീയമായി എതിർക്കുന്ന കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും കയ്യും കാലും വെട്ടാൻ ആളെ ഏർപ്പാടാക്കും. അതല്ലേ ചെയ്യട്ടെ നിങ്ങൾ? വെറുതെ അല്ല CPM-നെ മലയാളികൾ കുറെ കാലമായിട്ട് കൊലയാളി പാർട്ടി എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും അൻവറിനെ പോലെ ഒരു ഒറ്റയാൻ, അൻവർ പറയുന്നുണ്ടല്ലോ എന്റെ കൂടെ ആളില്ല, ഒറ്റയാനായി ചെയ്യിച്ച ആളുകളൊക്കെ ഉണ്ട്. വലിയ കളിക്കൊന്നും CPM പുറപ്പുണ്ട്. അൻവർ കുറെ കൂടി വായി തുറന്നാൽ വല്ലാതെ ബുദ്ധിമുട്ടും CPM-കാര്. കാരണം അൻവറിനെ കൊണ്ടല്ലേ ഇതൊക്കെ ചെയ്യിച്ചത്. കേരളത്തിലെ എത്ര ദൃശ്യമാധ്യമ പ്രവർത്തകർ, ചിലരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അവർക്കൊക്കെ എതിരെ ലോകത്തില്ലാത്ത കേസുകൾ മുഴുവൻ ഉണ്ടാക്കി തീർത്ത് അവരെയൊക്കെ വർഷങ്ങളോളം വേട്ടയാടി കോടതി കേരളത്തിലെ ജുഡീഷ്യറിയുടെ നീതിയുടെ ബോധത്തിന്റെ പുറത്ത് വന്നിട്ടുള്ള ആളുകളുണ്ട്. അതിൽ ഇന്നലെ എന്റെ കൂടെ ഇരുന്ന ഒരാൾ അങ്ങനെ ഒരു പത്രപ്രവർത്തകനാണ്. ഇത് മുഴുവൻ അൻവറിനെ കൊണ്ട് ചെയ്യിച്ചല്ലേ? അൻവർ പറയുന്നതാണ്. ഇത് മുഴുവൻ ചെയ്യിച്ചിട്ട് നിങ്ങളുടെ ഗുണ്ടായുസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തത് അൻവറിനെ കൊണ്ട് ചെയ്യിച്ചു. എന്നിട്ട് ഇപ്പൊ അൻവർ നിങ്ങൾക്ക് പ്രശ്നമുണ്ടെന്ന് ഇങ്ങനെ നിരന്തരമായി വാദിക്കുന്നു, ചില തെളിവുകളെന്ന് പറയുന്നത് കാണിക്കുന്നു, അതിനെക്കുറിച്ച് അന്വേഷിക്കാമെന്ന് നിങ്ങൾ തന്നെ പറയുന്നു. എന്നിട്ട് കൊലവിളിയുടെ സ്ഥലത്തേക്ക് അൻവർ പൊതുസമ്മേളനം നടത്തട്ടെ, നിങ്ങളും പൊതുസമ്മേളനം നടത്ത്. അത് ജനാധിപത്യ രീതി, അത് രാഷ്ട്രീയത്തിന്റെ രീതി, അത് സംസ്കാരത്തിന്റെ രീതി. അതിനു പകരം കാര്യങ്ങളെ മുഴുവൻ ധ്രുവീകരണത്തിന്റെയും മതവൽക്കരണത്തിന്റെയും പരസ്പരമുണ്ടായ ഈ പറയുന്ന തരത്തിലുള്ള ഏർപ്പാടാക്കി വളർത്തുന്ന ഒരു ഭരിക്കുന്ന രാഷ്ട്രീയ കക്ഷി. ബംഗാൾ കൊണ്ടൊന്നും നിങ്ങളൊന്നും പഠിക്കില്ല. അതാണ് ഇതൊക്കെ മനുഷ്യര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലം പോലെയൊന്നുമല്ല. മനുഷ്യർ ഇതൊക്കെ കാണുന്നുണ്ട്. ആളുകളെ ഇങ്ങനെയൊക്കെ ഈ പറയുന്ന കൊലവിളി നടത്തുന്ന ഒരു പാർട്ടി. എത്ര പാർട്ടികളുണ്ട് കേരളത്തില്? ഈ 2024 കേരളത്തിലെ വേറെ ഏതെങ്കിലും പാർട്ടി കയ്യും കാലും കൊത്തു വന്നുകൊണ്ട് പ്രകടനം നടത്തുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? പഴയ കാലത്ത് പലതും സംഭവിച്ചിട്ടുണ്ട്. ആളുകളൊക്കെ മനസ്സിലാക്കി കാര്യം പുതിയ ലോകമാണ്, പുതിയ സാഹചര്യമാണ്, പുതിയ മനുഷ്യരാണ്, സംസ്കാരത്തിന്റെ പുതിയ മാനദണ്ഡങ്ങളാണ്, രാഷ്ട്രീയത്തിന്റെ പുതിയ വിവേകങ്ങളാണ്. അതൊക്കെ തിരിച്ചറിയണം. അതൊന്നും പറ്റില്ല. താങ്കൾ എന്ത് കൊമ്പാ നിങ്ങൾക്കുള്ളത്? ബംഗാളിലെയും ത്രിപുരയിലെയും മനുഷ്യന്മാർ ഒറ്റ നേരം കൊണ്ട് നിങ്ങളുടെ മുഴുവൻ കൊമ്പും പിടിച്ചൊടിക്കുന്നത് കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുമോ നിങ്ങൾക്ക്? അതുകൊണ്ട് മതിയാക്കുക നിങ്ങൾ. അതാണ് ഞാൻ കേരളത്തോട് പറയുന്നത്.